الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وسارعوا إلى مغفرة من ربكم وجنة عرضها السماوات والأرض أعدت للمتقين الذين ينفقون في السراء والضراء والكاظمين الغيظ والعافين عن الناس والله يحب المحسنين والذين إذا فعلوا فاحشة أو ظلموا أنفسهم ذكروا الله فاستغفروا لذنوبهم ومن يغفر الذنوب إلا الله ولم يصروا على ما فعلوا وهم يعلمون أولئك جزاؤهم مغفرة من ربهم وجنات تجري من تحتها الأنهار خالدين فيها نعم أجر العاملين. സഹോദരന്മാരെ, സഹോദരികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ കൽപ്പിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും എന്നുണർത്തുന്നു. നാം ഏവരെയും റഹ്മാനായ അള്ളാഹു അവൻ്റെ ഇഷ്ടദാസന്മാരായി ജീവിക്കുവാനും മരണപ്പെടുവാനും സ്വർഗത്തിൽ അവൻ പ്രവേശിപ്പിക്കുന്ന അവൻ്റെ സച്ചരിതരിൽ ഉൾപ്പെടുവാനും നമ്മയെല്ലാം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ ഓതിവെച്ച വചനങ്ങൾ സൂറ ആല ഇംറാനിലെ 133, 134, 135, 136 വചനങ്ങളാണ്. ആത്മീയതയുടെ ഉത്സവകാലം, പുണ്യങ്ങൾ പെയ്തിറങ്ങുന്ന പെരുമഴക്കാലം, സത്യവിശ്വാസികൾക്ക് അള്ളാഹു എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹങ്ങൾ വർഷിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാലം, നമ്മളുടെ ആത്മീയതയുടെ ഭാവം, ഭക്തിയുടെ ഭാവം അങ്ങ് ആകാശം തൊടുന്ന നിലയിലുള്ള അവസ്ഥ സംജാതമാക്കുന്ന കാലം, അത്ര മഹിതമായ പരിശുദ്ധ റമദാനിലെ 17ാമത്തെ ദിവസം പിന്നിട്ടു. 18ാമത്തെ ദിനത്തിലാണ് നോമ്പനുഷ്ഠിച്ചുകൊണ്ട് ഞാനും നിങ്ങളും.
ഈ സന്ദർഭത്തിൽ പരിശുദ്ധ റമളാനിലെ വ്രതാനുഷ്ഠാനം കൊണ്ടും നാം ചെയ്തു കൂട്ടുന്ന പുണ്യങ്ങൾ കൊണ്ടും ലക്ഷ്യം വെക്കുന്നത് എന്താണോ അത് ആർക്കാണ് ലഭിക്കുക, ഏത് സ്വഭാവങ്ങളുള്ളവർക്കാണ് ലഭിക്കുക, അതിലേക്ക് നാം എന്തു ചെയ്യണം എന്ന് നമ്മുടെ ശ്രദ്ധയെ കൂട്ടിക്കൊണ്ടുപോകുന്ന വചനങ്ങളാണ് സൂറ ആല ഇമ്രാനിലെ ഈ വചനങ്ങൾ. മഗ്ഫിറത്തും സ്വർഗപ്രവേശനവുമാണ് ഏറ്റവും കൂടുതൽ റമളാനിൽ നാം ലക്ഷ്യം വെക്കുന്നത്. ആ മഗ്ഫിറത്തും സ്വർഗവും ലഭ്യമാകാൻ എന്തൊക്കെ ചെയ്യണം, ആ ചെയ്യേണ്ട കാര്യങ്ങൾ മുഴുവനും വളരെ കൃത്യമായി സൂക്ഷ്മതയോടെ ഒരു പിഴവും വരുന്നില്ല എന്നുറപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന കാലമാണല്ലോ റമളാൻ. മറ്റു കാലങ്ങളിലും അത് ആവശ്യമാണ് താനും. അള്ളാഹു നമ്മളോട് പറയുന്നത് വസാരിഊ, നിങ്ങൾ ധൃതി കൂട്ടുക എന്നാണ്, തിരക്ക് കൂട്ടുക. എന്തിലേക്ക്? ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്ന, നിങ്ങളുടെ രക്ഷിതാവിൽ നിന്നുള്ള പാപമോചനത്തിലേക്കും സ്വർഗത്തിലേക്കും നിങ്ങൾ ആ സ്വർഗവും പാപമോചനവും നേടിയെടുക്കുവാൻ നിങ്ങൾ ധൃതി കൂട്ടുക. അതിന് പ്രവർത്തിക്കുക എന്നല്ല പറഞ്ഞത്, അതിന് തിരക്ക് കൂട്ടുക, ധൃതി കൂട്ടുക എന്ന പ്രയോഗമാണ് വസാരിഉ. എന്നിട്ട് ആ സ്വർഗത്തിനൊരു വിശേഷണം, അർളുഹാ കഅർളിസ് സമാവാതി വൽ അർദ്, അർളുഹസ് സമാവാതു വൽ അർദ്, ആകാശത്തിന്റെയും ആകാശഭൂമികളുടെ വിശാലതയാണ് ആ സ്വർഗത്തിനുള്ളത്. അതിലേക്കാണ് നിങ്ങൾ തിരക്ക് കൂട്ടേണ്ടത്. എന്നിട്ട് ആർക്കാണത് ഒരുക്കി വെച്ചിരിക്കുന്നത്? ഉഇദ്ദത്ത്, ആ സ്വർഗവും മഗ്ഫിറത്തും ഒരുക്കി വെച്ചിരിക്കുന്നു ലിൽ മുത്തഖീൻ, ധർമ്മനിഷ്ഠ പാലിച്ചുകൊണ്ട് ജീവിക്കുന്നവർക്ക്, മുത്തഖീങ്ങൾക്ക്. പരിശുദ്ധ റമളാനിലെ ഏറ്റവും വലിയ ലക്ഷ്യം ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ ധർമ്മനിഷ്ഠ പാലിക്കാൻ വേണ്ടിയിട്ടാണ് നാളിലെ നോമ്പ് നിർബന്ധമാക്കിക്കൊണ്ട് പറഞ്ഞത്. ആ നോമ്പും മറ്റ് എല്ലാ ആരാധനാകർമ്മങ്ങളും ഇതുമായി നാം ഒന്ന് ബന്ധിപ്പിച്ചു നോക്കുക. മുത്തഖീങ്ങൾക്കാണ് സ്വർഗവും മഗ്ഫിറത്തും ഒരുക്കി വെച്ചിരിക്കുന്നത്. ഇനി എന്താണ് അവരുടെ സ്വഭാവങ്ങൾ? അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വല്ലറാ, ഒന്നാമത്തെ സ്വഭാവം അതാണ്. സന്തോഷത്തിന്റെ സന്ദർഭത്തിലും വിഷമത്തിന്റെ സന്ദർഭങ്ങളിലും ധനം ചെലവ് ചെയ്യുന്നവർ. ഇൻഫാഖാണ് ആദ്യം എടുത്തു പറഞ്ഞത്, ധനം ചെലവഴിക്കുക എന്നുള്ളത്. ആ വിഷയം തന്നെ ഒരു ഖുതുബ നിർവഹിച്ചതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പൊ സ്വർഗം കരസ്ഥമാക്കുന്ന മുത്തഖീങ്ങളുടെ ഒന്നാമത്തെ സ്വഭാവമായി ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് ധനം ചെലവ് ചെയ്യുന്നവരെന്നാണ്. എല്ലാത്തിനും കഴിഞ്ഞ് ബാക്കിയാകുമ്പോൾ കൊടുക്കുന്നവരെന്നുള്ള അർത്ഥത്തിലല്ല ആ പ്രയോഗം. അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വല്ലറാഇ, രണ്ട് സന്ദർഭത്തിലും മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ അഭിമുഖീകരിക്കുന്ന രണ്ട് സന്ദർഭങ്ങളാണ് സന്തോഷവും സന്താപവും പ്രയാസവും. ഈ രണ്ട് സന്ദർഭങ്ങളിലും സന്തോഷമുള്ളപ്പോൾ ഒരുപാട് കയ്യിലുള്ളപ്പോൾ കൊടുക്കുക, പ്രയാസമുണ്ടാകുമ്പോൾ ഒട്ടും കൊടുക്കാതിരിക്കുക എന്നുള്ള ശൈലിയെ അല്ല അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വല്ലറാ. അതുപോലെ ധനം ചെലവഴിക്കുന്നതിന് വലിയ ധനാഢ്യന്മാരാകേണ്ടതുമില്ല, കഷ്ടപ്പെടുന്നവരും ധനം ചെലവഴിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഒന്നാമത്തെ പ്രയോഗം. രണ്ട്, വൽ കാളിമീനൽ ഗൈദ്, കോപം അടക്കി വെക്കുന്നവർ, ദേഷ്യം അടക്കി വെക്കുന്നവർ. പരിശുദ്ധ റമളാൻ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ പരിശീലനം അതാണ്. നമ്മളെ നിയന്ത്രിക്കലാണ്. നമ്മളുടെ കോപം നിയന്ത്രിക്കുന്നു, അരുതാത്ത വാക്കുകൾ നിയന്ത്രിക്കുന്നു, അരുതാത്ത നോട്ടങ്ങൾ നിയന്ത്രിക്കുന്നു, അരുതാത്ത ചിന്തകൾ നിയന്ത്രിക്കുന്നു. അങ്ങനെ സമ്പൂർണമായ ഒരു നിയന്ത്രണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കോപം എന്ന് പറയുന്നത്. അതാണ് സർവ്വ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് അത് നിയന്ത്രിക്കുന്നവർ ഈ റമളാൻ നമുക്ക് നൽകുന്നില്ലേ എന്നുള്ളത് ആലോചിച്ച് നോക്കുക. മൂന്ന് പറഞ്ഞത് വൽ ആഫീന അനിന്നാസ്, ജനങ്ങളോട് വിട്ടുവീഴ്ചയോടുകൂടി പെരുമാറുന്നവർ, മറ്റുള്ളവർക്ക് മാപ്പ് നൽകുന്നവർ, അഫ്വ് നൽകുന്നവർ. റമളാനിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അള്ളാഹുവിനോട് ചോദിക്കുന്നത് വിട്ടുവീഴ്ചയാണ്. കാരണം തെറ്റ് ചെയ്ത് ജീവിക്കുകയാണ്. ആ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിട്ടുവീഴ്ചയില്ലാതെ നമ്മളുടെ ആ തെറ്റുകൾ പൊറുക്കപ്പെടില്ല.
അതുകൊണ്ട് അത് ഏറ്റവും കൂടുതൽ ചോദിക്കണം. ചോദിച്ചുകൊണ്ടിരിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം വിട്ടുവീഴ്ച നമ്മിൽ നിന്നും ഉണ്ടാകണം മറ്റുള്ളവരോട്. വല്ലാഫീന അനിന്നാസ്. കാരണം റമദാനിൽ ആ വിട്ടുവീഴ്ച ഏറ്റവും കൂടുതൽ ശീലിക്കുന്നുണ്ട്. നമ്മൾ ചീത്ത പറയുകയോ ശണ്ട കൂടുകയോ നമ്മളുമായി പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ വരികയോ ഒക്കെ ചെയ്യുന്ന ആൾക്കാരോട് എനിക്ക് നോമ്പാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു നിൽക്കാൻ പഠിപ്പിക്കുന്ന പരിശീലനമാണ് ഈ നോമ്പ്. അതാണ് വല്ലാഫീന അനിന്നാസ്. എന്നിട്ട് അള്ളാഹു പറയുന്നു വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ. ഇങ്ങനെ നന്മ ചെയ്യുന്നവരെ അള്ളാഹുവിന് ഇഷ്ടമാണ്. ഏതൊക്കെ രൂപത്തിൽ നന്മകൾ ചെയ്യുന്നുവോ, എന്തൊക്കെ നന്മകൾ ചെയ്യുന്നുവോ ആ നന്മകളൊക്കെ ചെയ്യുന്നവരെ അള്ളാഹുവിന് ഇഷ്ടമാണ്. വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ. റമളാൻ കാലത്ത് നന്മകളിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത്, അള്ളാഹുവിന്റെ ഇഷ്ടം കിട്ടാൻ വേണ്ടി. അടുത്ത പറയുന്ന സ്വഭാവം വല്ലദീന ഇദാ ഫഅലൂ ഫാഹിശതൻ ഔ ളലമൂ അൻഫുസഹും ദക്കറുല്ലാഹ ഫസ്തഗ്ഫറൂ ലിദുനൂബിഹിം വമൻ യഗ്ഫിറുദ്ദുനൂബ ഇല്ലല്ലാഹ്. മനുഷ്യനാണ്, നീചമായ എന്തെങ്കിലും പ്രവൃത്തി അവനിൽ നിന്ന് സംഭവിച്ചേക്കാം, അല്ലെങ്കിൽ സ്വന്തത്തോട് തന്നെ തെറ്റുകൾ ചെയ്തുകൊണ്ട് അതിക്രമം കാണിച്ചുകൊണ്ട് ജീവിച്ചേക്കാം. തെറ്റുകളും കുറ്റങ്ങളും മോശമായ പ്രവൃത്തികളും ഒക്കെ ചെയ്തുകൊണ്ട് ജീവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ സംഭവിച്ചാൽ അവർ അള്ളാഹുവിനെ കുറിച്ച് ഓർക്കും. പടച്ചവൻ പറഞ്ഞതിനെതിരാണല്ലോ ഞാൻ ഈ ചെയ്തത്, അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമാണല്ലോ എന്റെ ഈ പ്രവൃത്തി, അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞത് എന്നുള്ളൊരു ഓർമ്മ. ദക്കറുല്ലാഹ്. ഉടനെ എന്ത് ചെയ്യും? ഫസ്തഗ്ഫറൂ ലിദുനൂബിഹിം. അവരുടെ പാപമോചനത്തിന് വേണ്ടി, അവർ പാപങ്ങളിൽ നിന്ന് മുക്തരാകാൻ വേണ്ടി അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യും, പാപമോചനം തേടും. ഇതിന്റെ നാളുകളല്ലേ ഈ റമളാൻ എന്നുള്ളത് നമ്മളൊന്ന് ആലോചിച്ചു. ഫസ്തഗ്ഫറൂ ലിദുനൂബി. എന്നിട്ട് അള്ളാഹു ചോദിക്കുന്ന ഒരു ചോദ്യം, അത് നമ്മുടെ ബുദ്ധിയെ തട്ടി ഉണർത്തുന്നതാണ്. വമൻ യഗ്ഫിറുദ്ദുനൂബ ഇല്ലല്ലാഹ്. അള്ളാഹു അല്ലാതെ പാപങ്ങൾ പൊറുക്കാൻ മറ്റാരുണ്ട്? ആരുമില്ല. അള്ളാഹുവേ ഉള്ളൂ പാപം പൊറുക്കാൻ. അവൻ മാത്രമേ പാപം പൊറുക്കുകയുള്ളൂ. അവന്റെ കാരുണ്യത്തിന് തുല്യമായ വിശാലമായ ഇടപിടിക്കുന്ന കാരുണ്യമുള്ള ഒരാളും, അത് പ്രവാചകന്മാരാകട്ടെ, ശുഹദാക്കളാകട്ടെ, സിദ്ദീഖീങ്ങളാകട്ടെ, സാലിഹുകളാകട്ടെ, മരിച്ചു മൺപറഞ്ഞുപോയ മഹാത്മാക്കളാകട്ടെ, ആരാകട്ടെ, അവർക്കാർക്കും അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ മനസ്സ്, ദയയുടെ മനസ്സ്, റഅഫത്തിന്റെ മനസ്സ്, ആർദ്രത ഒരിക്കലും ആർക്കുമുണ്ടാവില്ല. അതുകൊണ്ട് അവൻ മാത്രമേ പാപം പൊറുക്കുകയുള്ളൂ. അവനോട് മാത്രമേ പാപം പൊറുത്തു തരാൻ വേണ്ടി ആവശ്യപ്പെടാവൂ. അവനോട് മാത്രമേ തേടാവൂ. അവനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ. വമൻ യഗ്ഫിറുദ്ദുനൂബ ഇല്ലല്ലാഹ്. ആ മഗ്ഫിറത്തിന്റെ നാളുകളല്ലേ ഇത്. അതുപോലെ വലം യുസിറൂ അലാ മാ ഫഅലൂ വഹും യഅലമൂൻ. തെറ്റ് സംഭവിച്ചു, എന്നാൽ ആ ചെയ്ത തെറ്റ് ന്യായീകരിച്ച് അതിൽ കടിച്ചു തൂങ്ങി നിൽക്കുന്ന സ്വഭാവം അവർക്കുണ്ടാവില്ല. അവർക്കറിയാം അത് തെറ്റാണെന്ന്. തെറ്റ് ചെയ്യുന്നവർക്ക്, തെറ്റ് ചെയ്തവർക്കറിയാം ഇത് തെറ്റാണ്. ഞാൻ ചെയ്ത തെറ്റ് ശരിയാക്കി തീർക്കാനുള്ള ശ്രമം നടത്താതെ, ന്യായീകരിക്കാതെ, അതിൽ ഷഡിച്ചു നിൽക്കാതെ പെട്ടെന്ന് തന്നെ അള്ളാഹുവിനോട് ഖേദിച്ചു മടങ്ങി, പശ്ചാത്തപിച്ചു മടങ്ങി മഗ്ഫിറത്ത് നേടിയെടുക്കുക എന്നുള്ള സ്വഭാവം. ഇങ്ങനെയുള്ള ആൾക്കാർക്കുള്ള നേട്ടം എന്താണെന്നാണ് പറയുന്നത് തുടർന്ന്. ഉലൈക ജസാഉഹും മഗ്ഫിറത്തും മിർ റബ്ബിഹിം. വീണ്ടും ഈ വചനത്തിന്റെ ആദ്യ ഭാഗവും സ്വർഗവും മഗ്ഫിറത്തുമാണ് പറഞ്ഞത്. ഖുർആൻ ഒന്ന് ഓതുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, അർത്ഥം ഇപ്പൊ ഞാൻ പറയുമ്പോഴും ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ഈ വചനങ്ങൾ തുടങ്ങിയത് തന്നെ സ്വർഗവും മഗ്ഫിറത്തും പറഞ്ഞുകൊണ്ടാണ്. അത് ആർക്കാണ് എന്ന ആ സ്വഭാവ ഗുണങ്ങൾ എണ്ണി പറഞ്ഞതിന് ശേഷം അവസാനിപ്പിക്കുന്നതും അത് പറഞ്ഞുകൊണ്ട് തന്നെയാണ്. ഉലൈക ജസാഉഹും മഗ്ഫിറത്തും മിർ റബ്ബിഹിം. അവർക്ക് അവരുടെ രക്ഷിതാവിൽ നിന്നുള്ള പാപമോചനമുണ്ട്. വജന്നാത്തുൻ. തോട്ടങ്ങളുണ്ട്, സ്വർഗമുണ്ട്. തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ. അതിന്റെ താഴ്ഭാഗത്തൂടെ അരുവികൾ ഒഴുകുന്ന സ്വർഗരോഗം അവർക്കുണ്ട്. സ്വർഗമുണ്ട്, തോട്ടങ്ങളുണ്ട്, രണ്ടും അപ്പുറവും ഇപ്പുറവും. അപ്പൊ ഈ പറഞ്ഞ സ്വഭാവങ്ങൾ ഉൾക്കൊള്ളാൻ നമുക്ക് കഴിഞ്ഞാൽ, ഇതിന്റെ ആദ്യത്തിലും അവസാനത്തിലും അള്ളാഹു നമുക്ക് ഓഫർ ചെയ്യുന്ന, വാഗ്ദാനം ചെയ്യുന്ന ഈ സ്വർഗത്തിനും ഈ മഗ്ഫിറത്തിനും നമുക്ക് അർഹരാകാം എന്നുള്ള സന്ദേശം അതിന് ഏറ്റവും കൂടുതൽ പരിശീലനം നടക്കുന്ന നാളുകൾ എന്നുള്ള നിലയിൽ റമളാനിൽ അതിന് കൂടുതൽ നമ്മൾ സമയം കണ്ടെത്തുക. പ്രത്യേകിച്ച് ഏതാണ്ട് 17 ദിവസങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു.
പരിശുദ്ധ റമളാനിനൊരു സവിശേഷതയുണ്ട്. അതെന്താണ്? കഴിഞ്ഞുപോയ നാളുകൾ വരാനിരിക്കുന്ന നാളുകളെക്കാൾ, വരുന്ന നാളുകൾ കഴിഞ്ഞുപോയ നാളുകളെക്കാൾ ശ്രേഷ്ഠതയുള്ളതായിരിക്കും. അതാണ് റമളാന്റെ ശ്രേഷ്ഠത. ഇപ്പൊ നമ്മൾ സാധാരണ റമളാനിന് 3-10 എന്ന് നമ്മൾ പറയാറുണ്ട്. ഒന്നാമത്തെ 10, രണ്ടാമത്തെ 10, മൂന്നാമത്തെ 10. നമ്മളുടെയൊക്കെ സാധാരണ ജീവിതത്തിൽ നോമ്പ് അനുഷ്ഠിക്കുന്നവരായ നമ്മളിൽ തന്നെ, അല്ലെങ്കിൽ നമ്മിൽ പലരുടെയും ഈ 10നെ ഒന്ന് നിർവചിച്ചാൽ എങ്ങനെ ഉണ്ടാവും നോക്കാം നമുക്ക്. ആദ്യത്തെ 10 ഉഷാറോടുകൂടി നോമ്പ്, നിസ്കാരമൊക്കെ. രണ്ടാമത്തെ 10 മെല്ലെ ഒരു ഉൾവലിയൽ, പിന്നിലേക്കൊരു പോക്ക്. മൂന്നാമത്തെ 10 അത് പർച്ചേസിന്റെ 10. തീർന്നു, നോമ്പ് കഴിഞ്ഞു. നമ്മളുടെ നോമ്പ് അവസാനിച്ച് ഈ 3-10 ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തീരുകയാണ്. അപ്പൊ ഇത് ഏറ്റവും ശ്രേഷ്ഠമായ 10ലേക്കാണ് നമ്മൾ കടക്കാൻ പോണത്. ഇനി ഈ 10 ഇബ്ലീസ് നമ്മളെ കൊണ്ട് ഇല്ലാതാക്കാൻ പോണത്. നമ്മൾ ടെക്സ്റ്റൈൽസുകളിലായിരിക്കും, അങ്ങാടികളിലായിരിക്കും. അപ്പൊ പെരുന്നാൾ ആഘോഷിക്കണ്ടേ, പിന്നെ ആഘോഷിക്കണം വേണ്ട എന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ? പക്ഷെ ഓരോ നിമിഷവും ഒരു ശ്വാസം വിട്ടെടുക്കുന്ന സമയം പോലും ശ്രേഷ്ഠമായ സമയം. അത്ര ശ്രേഷ്ഠമായ, അതിശ്രേഷ്ഠമായ റമളാനിലെ ഏറ്റവും അമൂല്യമായ ദിനരാത്രങ്ങളിലേക്കാണ് അവസാനത്തെ 10 എന്ന് പറഞ്ഞ് നമ്മൾ കടക്കാൻ പോകുന്നത്. ആ 10ന്റെ ശ്രേഷ്ഠത ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ നശിപ്പിച്ചു കളയരുത് എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി സൂചിപ്പിച്ചതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ അവസാനത്തെ 10നെ എങ്ങനെ നോക്കിക്കണ്ടു, എങ്ങനെ പ്രയോഗവൽക്കരിച്ചു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ പ്രവർത്തനത്തിലൂടെ ഈ അവസാനത്തെ 10 ഹദീസുകളിലൊക്കെ പ്രയോഗിച്ചിട്ടുള്ള വാക്ക് അൽ അശ്റുൽ അവാഖിറു മിൻ റമളാൻ. അൽ അശ്റുൽ അവാഖിറു മിൻ റമളാൻ, റമളാനിലെ അവസാനത്തെ 10 എന്നാണ് ഹദീസുകൾ മുഴുവനും പറയുന്നത് ഈ വരാൻ പോകുന്ന 10 ദിവസത്തെക്കുറിച്ച്. ആ നാളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തത് ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു തരുന്നുണ്ട് നമുക്ക്. കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ യജ്തഹിദു മാ ലാ യജ്തഹിദു ഫീ റമളാന മാ ലാ യജ്തഹിദു ഫീ ഗൈരിഹി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ റമളാൻ മാസത്തിൽ കഠിന പ്രയത്നം നടത്താറുണ്ടായിരുന്നു, മറ്റു മാസങ്ങളിൽ പ്രയത്നിക്കാത്തത്. റമളാൻ ആവുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അതാ. റമളാൻ അല്ലാത്തപ്പോൾ പരിശ്രമിച്ചിരുന്നതിനേക്കാൾ കൂടുതൽ പരിശ്രമം റമളാനിൽ റസൂൽ പരിശ്രമിച്ചിരുന്നു. പിന്നെയോ വഫിൽ അശ്രിൽ അവാഖിരി മിൻഹു മാ ലാ യജ്തഹിദു ഫീ ഗൈരിഹി, റമളാനിലെ അവസാനത്തെ 10 ദിവസങ്ങളിൽ അതിനു മുമ്പ് കഴിഞ്ഞുപോയ 20 ദിവസത്തേക്കാൾ കൂടുതൽ കഠിനാധ്വാനവും പരിശ്രമവും പ്രയത്നവുമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തിരുന്നത്. അപ്പം അത്ര ശ്രേഷ്ഠതയുള്ള, അതിശ്രേഷ്ഠമായ, അത്യുത്കൃഷ്ടമായ ഈ റമളാനിലെ ഏറ്റവും അവസാനത്തെ 10ലേക്ക് നമ്മൾ കടക്കുകയാണ്. എന്തായിരിക്കാം, എന്താണ് റമളാൻ മാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്ര ശ്രേഷ്ഠത നൽകിയത്? എന്താണ് ഈ അവസാനത്തെ 10 ഇത്രമാത്രം കഠിനാധ്വാനം ചെയ്തത്? നമ്മളുടെ കഠിനാധ്വാനവും പ്രവാചകന്റെ കഠിനാധ്വാനവും തമ്മിൽ നമ്മളൊന്ന് താരതമ്യം ചെയ്യുന്നത് നന്നായിരിക്കൂട്ടോ. എപ്പോഴും പ്രവാചകൻ കഴിഞ്ഞുപോയ പാപങ്ങളും വരാനിരിക്കുന്ന പാപങ്ങളും പൊറുക്കപ്പെട്ട ആളാണ്. നമ്മൾ അങ്ങനൊന്നുമല്ല, പാപങ്ങളിൽ മുങ്ങിക്കുളിക്കുന്നവരാണ്. എന്നിട്ട് അതുപോലും ചെയ്യാൻ നമുക്ക് കഴിയുന്നില്ല, ചിന്തിക്കാൻ കഴിയുന്നില്ല, ഓർക്കാൻ കഴിയുന്നില്ല, പാപമോചനം തേടാൻ സമയം കണ്ടെത്തുന്നില്ല, നന്മകൾ ഒന്നിനു പുറമെ മറ്റൊന്നായി അധികരിപ്പിക്കാൻ നേരം കിട്ടുന്നില്ല. ഈ ഒരവസ്ഥയിൽ നമ്മൾ ജീവിച്ചു മരണപ്പെട്ടു പോയി, എന്നിട്ട് പ്രവാചകനോടൊപ്പം സ്വർഗത്തിൽ പോകണമെന്ന് വ്യാമോഹിച്ചിട്ട് വല്ല കാര്യമുണ്ടാവുമോ? ആലോചിക്കുക പ്രിയമുള്ളവരെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്ര കഠിനാധ്വാനം ചെയ്തിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, ആയിഷ റളിയല്ലാഹു അൻഹും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒക്കെ പ്രവാചകന്റെ ഈ ലാസ്റ്റ് 10 പ്രവർത്തനങ്ങളെ വിശകലനം ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതിലൊന്ന് ഞാൻ സൂചിപ്പിച്ചു, ഏറ്റവും കൂടുതൽ റമളാനിലെ മറ്റ് ദിവസങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ പ്രയത്നിച്ചിരുന്നു പ്രവാചകൻ. ഒന്ന്. രണ്ടാമത്തെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദാ ദഖലൽ അശ്റുൽ അവാഖിറു മിൻ റമളാൻ, റമളാനിലെ അവസാനത്തെ 10 പ്രവേശിച്ചു കഴിഞ്ഞാൽ അഹിയൽ ലൈല, രാത്രിയെ ജീവനുള്ളതാക്കി മാറ്റും, രാത്രിയെ പകലാക്കി മാറ്റും പ്രവാചകൻ. വഅയ്ഖള അഹ്ലഹു, തന്റെ കുടുംബത്തെ അതിനുവേണ്ടി സജ്ജമാക്കും, വിളിച്ചുണർത്തും.
വജദ്ദ കഠിന പ്രയത്നം നടത്തും, വശദ്ദൽ മിഅ്സറ താൻ ഉടുത്തിരിക്കുന്ന മുണ്ടൊന്ന് മുറുക്കി ഉടുക്കും. ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ഔത്സുക്യത്തോടെ താല്പര്യത്തോടെ സാധാരണ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണല്ലോ അത്. അങ്ങനെ മുണ്ട് മുറുക്കി ഉടുത്തുകൊണ്ട് കഠിനാധ്വാനം ചെയ്തുകൊണ്ട് രാത്രി മുഴുവൻ ഉറക്കമിളച്ചുകൊണ്ട് പകലുപോലെ ആക്കി മാറ്റി ആരാധനകളിൽ മുഴുകുമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വന്തമല്ല, സ്വന്തം കുടുംബത്തോടൊപ്പം. ഇവിടെയാണ് നമ്മൾ ഒന്ന് ചിന്തിക്കണമെന്ന് ഞാൻ സൂചിപ്പിച്ചത്. നമ്മൾ ഏത്തിക്കാഫും ആരാധനാകർമ്മങ്ങളും രാത്രി നമസ്കാരങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പള്ളിയിൽ കുശാലായിട്ട് നമ്മളുണ്ടാവും. നമ്മുടെ കുടുംബം ഇതിനൊന്നും ഉണ്ടാവൂല. ഇതാണ് പ്രയോഗം. ആയിഷ റളിയല്ലാഹു തആല അൻഹ തന്നെ പറയുന്നതാണ്. അതിനെന്താണ് കാരണം? വെറുതെ ഒരു തയ്യാറെടുപ്പല്ല, വെറുതെ ഒരു ഔത്സുക്യമല്ല, വെറുതെ ഒരു കഠിനാധ്വാനമല്ല. പിന്നെ എന്താണ് കാരണം? കാരണമുണ്ട്. റമളാനിൽ നോമ്പനുഷ്ഠിക്കാൻ കാരണം ഖുർആൻ അവതരിച്ച മാസം, ശഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഈ അവസാനത്തെ 10 ശ്രേഷ്ഠത എന്താ? വിശുദ്ധ ഖുർആന്റെ അവതരണം കൊണ്ട് ശ്രേഷ്ഠമാക്കപ്പെട്ട മാസങ്ങളിൽ ഏറ്റവും ഉത്കൃഷ്ടമായ മാസത്തിലെ വിശുദ്ധ ഖുർആന്റെ അവതരണം കൊണ്ട് ശ്രേഷ്ഠമാക്കപ്പെട്ട ഒരേ ഒരു രാത്രി സ്ഥിതി ചെയ്യുന്ന നിലകൊള്ളുന്ന ദിവസങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് അവസാനത്തെ 10. അതുകൊണ്ടാണ്, അതിനു വേണ്ടിയിട്ടാണ്, അതിന്റെ ശ്രേഷ്ഠത നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു മാസം നമ്മൾ നോമ്പ് പിടിക്കുന്നത് റമളാൻ വിശുദ്ധ ഖുർആൻ അവതരിച്ച മാസമാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ശഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നു. ഹുദൽ ലിന്നാസി വബയ്യിനാത്തി മിനൽ ഹുദാ വൽ ഫുർഖാൻ ഫമൻ ശഹിദ മിൻകുമുശ് ശഹ്റ ഫൽയസും. അതാണ് അതിന്റെ വിഷയം. ഈ ധന്യമായ ശ്രേഷ്ഠമായ പരിശുദ്ധ ഖുർആൻ അവതരിച്ച ഒരു രാത്രി ഉണ്ട്. ആ രാത്രി ഈ വരാൻ പോകുന്ന അവസാനത്തെ 10 ഏതോ ഒരു രാത്രിയിലാണ്. ആ ഒറ്റ രാത്രി പ്രതീക്ഷിച്ചുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും കുടുംബവും അനുയായികളും ഈ രൂപത്തിൽ റമളാനിലെ അവസാനത്തെ 10 സ്വീകരിച്ചത്. ആ രാത്രിയെ 2 വിശേഷണങ്ങൾ ഖുർആനിൽ കാണാം. 2 സവിശേഷ നാമങ്ങളിലാണ് ആ രാത്രിയെ അള്ളാഹു വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഒന്ന്, സൂറത്തു ദുഹാന്റെ ആദ്യ ഭാഗത്ത് ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക, അനുഗ്രഹീതമായ രാത്രിയിലാണ് ആ ഖുർആനെ നാം അവതരിപ്പിച്ചത് എന്ന് അവിടെ പറയുന്നു. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നാ കുന്നാ മുൻദിരീൻ, നമ്മൾ താക്കീത് നൽകുന്നവരാണ്. ഫീഹാ യുഫ്റഖു കുല്ലു അംരിൻ ഹക്കീം, യുക്തിസഹജമായ യുക്തിപൂർണമായ ഓരോ കാര്യവും അന്ന് വേർതിരിച്ച് നിർണയിക്കപ്പെടുന്നു. എന്തൊക്കെയോ നടക്കുന്നുണ്ട് പ്രിയമുള്ളവരെ ലൈലത്തുൽ ഖദറിൽ, നമ്മൾ കാണുന്നില്ല, അറിയുന്നില്ല. പക്ഷെ നടക്കുന്നുണ്ട്, നമ്മൾ അറിയിച്ചിട്ടുണ്ട്. ആ നടക്കുന്നതിൽ പെടാൻ, പങ്കാളികളാകാൻ നമുക്ക് കഴിയണം. അതാണ് ഈ അവസാനത്തെ 10 നാം ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ലൈലത്തുൽ മുബാറക എന്ന് പറഞ്ഞുവെങ്കിൽ ഈ പുണ്യമായ ഏറ്റവും ശ്രേഷ്ഠമായി ഒരൊറ്റ രാത്രിയുടെ സവിശേഷത പഠിപ്പിക്കാൻ വേണ്ടി മാത്രം ഒരു അധ്യായം ലൈലത്തുൽ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ എന്ന് തുടങ്ങുന്ന അധ്യായം. അതിൽ ഇതല്ലാതെ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. വിശുദ്ധ ഖുർആനിലെ അധ്യായങ്ങൾ നാം പരിധി നോക്കിയാൽ ഓരോ അധ്യായത്തിലും പല പല കാര്യങ്ങളും പരാമർശിക്കുന്നുണ്ട്. പക്ഷേ ലൈലത്തുൽ ഖദർ എന്താണ്, എന്തിനാണ് എന്ന് കൃത്യമായി പറഞ്ഞു ഒരധ്യായം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ അവതരിച്ച രാത്രിയുടെ ശ്രേഷ്ഠത മനസ്സിലാക്കാൻ വേണ്ടി അവതരിപ്പിച്ചു. അതിൽ പറഞ്ഞില്ലേ, ലൈലത്തുൽ ഖദറിലാണ് ഖുർആൻ അവതരിപ്പിച്ചത്, രാത്രിയിലാണ്, നിർണയത്തിന്റെ രാത്രിയിലാണ് ഖുർആൻ നാം അവതരിപ്പിച്ചത്. അതെന്താണ്? 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠമാണ്. ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ. എന്താണ് സംഭവിക്കുന്നത്? തനസ്സലുൽ മലായിക, മലക്കുകൾ ഇറങ്ങി വരുന്നു. വറൂഹ്, റൂഹുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയും ഇറങ്ങി വരുന്നു. പ്രവാചകന്റെ വചനത്തിൽ കാണാം, ഈ ലൈലത്തുൽ ഖദ്ർ ആയി കഴിഞ്ഞാൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഒരു കൂട്ടം മലക്കുകളുമായി ഇറങ്ങി വരും. എന്നിട്ട് നിന്നും ഇരുന്നും കിടന്നും ഒക്കെ ഉറക്കമൊഴിച്ചുകൊണ്ട് ആരാധനകളിൽ മുഴുകി പ്രാർത്ഥിക്കുന്ന, പാപമോചനം തേടുന്ന എല്ലാവർക്കും വേണ്ടി മലക്കുകൾ പ്രാർത്ഥിക്കുമെന്നാണ്, അനുഗ്രഹത്തിന് വേണ്ടി തേടുമെന്നാണ്. നമ്മൾ സുഖമായി കിടന്നുറങ്ങിയാലോ ഈ തേട്ടത്തിന് അർഹത കിട്ടുമോ?
ഏറ്റവും ശ്രേഷ്ഠമായ നാളുകളുടെ, ധന്യമായ നാളുകളുടെ ശ്രേഷ്ഠത മാറ്റിവെക്കുന്നവരെക്കാൾ വലിയ വിഡ്ഢിത്തം ചെയ്യുന്നവരാരാണ്? റമദാനിൽ നോമ്പ് പിടിക്കാൻ തുടങ്ങി, 1ഉം 2ഉം കഴിഞ്ഞു, ഇനി ലാസ്റ്റ് 10 വരുന്നു. ആ ലാസ്റ്റ് 10ന്റെ ശ്രേഷ്ഠത നേടിയെടുക്കാൻ ശ്രമിക്കാതെ നമ്മളങ്ങോട്ട് അവസാനിച്ചാൽ എന്തായിരിക്കും റമദാൻ നമ്മളെക്കുറിച്ച് അള്ളാഹുവിനോട് പറയുന്ന വാചകം, നമുക്ക് വേണ്ടി നൽകുന്ന ശുപാർശ നമ്മൾ ആലോചിച്ച് നോക്കുക. തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ. എല്ലാ കാര്യത്തെ സംബന്ധിച്ചുമുള്ള അള്ളാഹുവിന്റെ ഓർഡറുമായിട്ടാണ്, കൽപ്പനയുമായിട്ടാണ് ഈ മലക്കുകളും ജിബ്രീലും ഇറങ്ങി വരിക. പ്രഭാതോദയം വരെ സമാധാനമാണെന്ന്. ഇതാണ് ലൈലത്തുൽ ഖദറിനെ കുറിച്ച്, ഖുർആൻ അവതരിച്ച രാത്രിയെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ ഒരു അധ്യായത്തിൽ തന്നെ പറഞ്ഞ് അതിന്റെ ശ്രേഷ്ഠത നൽകിയത്. 1000 മാസം കുത്തിയിരുന്ന് പണിയെടുക്കുക, ഒരു തെറ്റും ചെയ്യാതെ നന്മകളിൽ മാത്രം ഒഴുകുക. ഒന്ന് ആലോചിച്ചു നോക്ക്, നമുക്ക് മനസ്സിലൊന്ന് ഭാവന വെച്ച് നോക്ക്. നമ്മൾ ഒറ്റ രാത്രി കൊണ്ടാണ് അത് കിട്ടുക. ഇതാണ് നമ്മൾ കളയുന്നത്, ഇതാണ് നമ്മൾ കളഞ്ഞു കുളിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നബിയും കുടുംബവും സഹാബത്തും വിശ്വാസി സമൂഹവും ഈ ഒരു രാത്രിയുടെ ശ്രേഷ്ഠത പ്രതീക്ഷിച്ചുകൊണ്ട് ഉറക്കമൊഴിച്ച് കാത്തിരുന്ന് ഏറ്റവും ശ്രേഷ്ഠമായ നന്മകളിൽ മുഴുകി തിന്മകളോടകന്ന് ജീവിതം കൊണ്ടുപോകുന്നത് എന്ന് നാം മനസ്സിലാക്കുക. ഇനി ഈ അവസാനത്തെ 10 ഏത് രാത്രിയിലാണ് ലൈലത്തുൽ ഖദർ? ഇന്ന രാത്രി എന്ന് നിർണയിച്ച് പറഞ്ഞിട്ടില്ല. നിർണയത്തിന്റെ രാത്രി, ഇന്ന രാത്രി എന്ന് നിർണയിച്ച് പറഞ്ഞിട്ടില്ല. മനസ്സിലാക്കിക്കോ ഞാൻ ഈ പറഞ്ഞ വാചകം. രാത്രിയുടെ പേരെന്താ? നിർണയത്തിന്റെ രാത്രി. അത് ഇന്ന രാത്രിയാണെന്ന് നിർണയിച്ച് വേർതിരിച്ച് പറഞ്ഞു തന്നിട്ടുണ്ടോ? ഇല്ല. അതിനുണ്ടാകാം ഹിക്മത്ത്, അതിനുണ്ടാകാം കാരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനത്തെ 10 ആകുമ്പോൾ എന്ത് ചെയ്തിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു തരുന്ന കൂട്ടത്തിൽ നമുക്ക് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനത്തെ 10 പള്ളിയുമായി കൂടുതൽ ഇടപഴകി ജീവിച്ചിരുന്നു, പള്ളിയിലുണ്ടാകുമായിരുന്നു. കാന യുജാവിറു ഫിൽ അശരിൽ അവാഖിരി മിൻ റമളാൻ. റമളാനിലെ അവസാനത്തെ 10 റസൂൽ ഏറ്റവും കൂടുതൽ ഇഴുകിക്കഴിഞ്ഞത്, മുഴുകിക്കഴിഞ്ഞത്, ചേർന്ന് കഴിഞ്ഞത് പള്ളിയുമായിട്ടാണ്. അതാണ് ഞാൻ ആമുഖത്തിൽ നമ്മളുടെ 3ാമത്തെ 10നെ കുറിച്ച് ഞാൻ പറഞ്ഞത്. അതാ, വെറുതെ പറഞ്ഞതല്ല. ആലോചിക്കുക. നാം കഴിവിന്റെ പരമാവധി രാവും പകലും പള്ളിയിൽ കഴിച്ചുകൂട്ടാൻ നോക്കുക. അതിന് കഴിയാത്തവർ എത്ര കഴിയുന്നു അതിന് നോക്കുക. അതും ചെയ്യാതെ അങ്ങനെ എത്ര 10 റമളാന്റെ അവസാനത്തെ 10 അങ്ങനെ കഴിഞ്ഞു പോയി. പെരുന്നാളൊന്നും ഒരു പെരുന്നാളെ വരുവുള്ളൂ, അത് ആഘോഷിച്ചില്ലെങ്കിൽ ശരിയാവൂല, അതുകൊണ്ടൊന്ന് നടന്നേക്കാം, അലഞ്ഞേക്കാം. വല്ലാത്ത അലച്ചിലാണ്. റമളാനാണെന്നുള്ള ചിന്ത പോലുമില്ല. അത്രേ ഞാനിപ്പോ അതിനെക്കുറിച്ച് പറയുന്നുള്ളൂ. അപ്പൊ ഇതാണ് അവസാനത്തെ 10. ഇന്ന രാത്രി എന്ന് നിർണയിക്കപ്പെട്ടിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. എന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, പ്രവാചകൻ പറഞ്ഞു തന്നു, തഹറൗ ലൈലത്തുൽ ഖദർ ഫിൽ വിത്രി മിനൽ അശരിൽ അവാഖിരി മിൻ റമളാൻ. റമളാനിലെ അവസാനത്തെ 10 ഒറ്റയായി വരുന്ന രാത്രികളിൽ അതിനെ നിങ്ങൾ കാത്തിരിക്കുക. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ച് പറഞ്ഞത്. അപ്പൊ എല്ലാ രാത്രിയിലും ഒരു മനുഷ്യൻ, ഒരു പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ, അത് പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാ രാത്രികളിലും പള്ളികളിൽ എഴുത്തിക്കാഫിരിക്കുന്നു എന്ന് വിചാരിക്കുക. എഴുത്തിക്കാഫ് റമളാനിലെ അവസാനത്തെ 10 മറ്റൊരു പുണ്യകർമ്മമാണ്. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃക കാണിച്ചു തന്നിട്ടുള്ളതാണ്. അപ്പൊ പള്ളിയിൽ നമസ്കാരത്തിലും പ്രാർത്ഥനയിലും ദിക്റിലും തസ്ബീഹിലും തഹ്ലീലിലും ഖുർആൻ പാരായണത്തിലും പ്രാർത്ഥനയിലും ഇസ്തിഗ്ഫാറിലും തൗബയിലും ഒക്കെ മുഴുകി അള്ളാഹുവിനോട് അങ്ങോട്ട് അടുത്ത് നിന്നുകൊണ്ട് അവനോടുള്ള അടുപ്പം ശക്തിപ്പെടുത്തുക, തിന്മകളിൽ നിന്ന് അകന്നു നിൽക്കുക, കുടുംബത്തിൽ നിന്നും വീട്ടിൽ നിന്നും എല്ലാ ചുറ്റുപാടുകളിൽ നിന്നും ഒന്ന് പറിച്ചു നടുക. ആ പറിച്ചു നടലാണ് ഇത്തിക്കാഫ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ 10 അത് ചെയ്ത് മാതൃക കാണിച്ചു തന്നിട്ടുണ്ട്. പ്രവാചകൻ മാത്രമല്ല, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാരും പള്ളിയിൽ എഴുത്തിക്കാഫിരുന്ന മാതൃക കാണിച്ചു തന്നിട്ടുണ്ട്. സ്ത്രീകൾക്ക് തൊട്ടുകൂടാത്ത സ്ഥലമൊന്നുമല്ല പള്ളി, സ്ത്രീകൾക്ക് കയറിക്കൂടാൻ പാടില്ലാത്ത സ്ഥലമല്ല പള്ളി, അവർക്കും കൂടിയുള്ളതാണ് പള്ളി.
അവർക്ക് ജുമുഅക്ക് വരാം, ജമാഅത്തിന് വരാം, തറാവീഹിന് വരാം, ഇഅ്തികാഫിരിക്കാം 10 ദിവസം. അങ്ങനെ ഇരിക്കുന്ന സഹോദരിമാരില്ലേ നമ്മളുടെ കൂട്ടത്തില്? വിലക്കപ്പെട്ട കാര്യമൊന്നുമല്ലത്, നമ്മൾ വിലക്കാണ്. നന്നാകരുത് അവറ്റകള്. അവറ്റകൾക്ക് സ്വർഗം കിട്ടരുത്. ഒരാൺകോയ്മ എന്ന് ഞാൻ അതിനെ പറയും. ആ ഒരു മനോഭാവം ദീനിലില്ല, അത് നമ്മളുണ്ടാക്കിയതാണ്. ഒരാണ് ഒരു പുണ്യകർമ്മം ഈ റമദാനിൽ ചെയ്തുവെങ്കിൽ അതേ പുണ്യകർമ്മം ഒരു പെണ്ണ് ചെയ്താൽ ഒരു തരി പോലും കുറയാതെ പുണ്യം, ആ പ്രതിഫലം ആ പെണ്ണിനും കിട്ടും, പുരുഷനും കിട്ടും. അതാണ് ഇസ്ലാം. ഒരു പുരുഷൻ ദാനധർമ്മം ചെയ്താൽ, സക്കാത്ത് കൊടുത്താൽ എന്ത് പ്രതിഫലമാണോ കിട്ടുന്നത് അത് ആ സ്ത്രീക്കും കിട്ടും. പെണ്ണായതുകൊണ്ട് അവിടെ ഒന്നും കുറയ്ക്കൂല. فمن يعمل من الصالحات من ذكر أو أنثى وهو مؤمن فلنجزينه. അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി പറയുന്നു, ആണാകട്ടെ പെണ്ണാകട്ടെ വിശ്വാസത്തോടെ സൽക്കർമ്മങ്ങൾ ചെയ്താൽ ആണിനും പെണ്ണിനും ഒരു വേർതിരിവില്ലാത്ത നിലയിൽ ഏറ്റവും നല്ല പ്രതിഫലം നൽകുമെന്ന് അള്ളാഹു പറഞ്ഞത്. അപ്പൊ ഒരു പുരുഷൻ ഇഅ്തികാഫിരുന്നാൽ എന്ത് കൂലി കിട്ടുവോ അത് തന്നെ സ്ത്രീക്കും കിട്ടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരുന്ന കാലത്ത് പ്രവാചകനോടൊപ്പം പ്രവാചക ഭക്തിമാർ ഇഅ്തികാഫിരുന്നു. പ്രവാചകന്റെ വഫാത്തിന് ശേഷം പ്രവാചകന്റെ ഭക്തിമാർ പിന്നെയും ഇഅ്തികാഫിരുന്നു. അതാണ് ഹദീസ്, അതാണ് ചരിത്രം, അതാണ് പ്രമാണം, അതാണ് പഠിപ്പിച്ചു തരുന്ന കാര്യം. നമ്മളുടനെ വിലക്കുമായി വന്നിട്ട് യാതൊരു കാര്യവുമില്ല. അതാണ് വഹിയൽ ലൈല വഅയ്ഖള അഹ്ലഹു എന്ന് പറഞ്ഞത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്ത കാര്യങ്ങൾ റമളാനിലെ അവസാനത്തെ 10 ഒറ്റയായി വരുന്ന രാവുകളിൽ ലൈലത്തുൽ ഖദർ പ്രതീക്ഷിച്ചുകൊണ്ട് ഇഅ്തികാഫിരിക്കുക, ആ പുണ്യകർമ്മവും കൂടി ചെയ്യാൻ നമുക്ക് പഠിപ്പിച്ചു തന്നു, മാതൃകയാക്കി കാണിച്ചു തന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലാസ്റ്റ് 10 മാതൃകയാക്കി കാണിച്ചു തന്ന കാര്യങ്ങൾ നമ്മളൊന്ന് പരിശോധിച്ചാൽ, 1, കൂടുതൽ ഇബാദത്തുകളിൽ മുഴുകി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. 2, രാത്രികാലങ്ങളിൽ അവസാനത്തെ 10 പ്രത്യേകിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ഭാര്യമാരുമായുള്ള ബന്ധത്തിൽ നിന്ന് അകന്നു നിന്നു. കാരണം വലാ തുബാശിറൂഹുന്ന വഅൻതും ആകിഫൂന ഫിൽ മസാജിദ്, നിങ്ങൾ പള്ളികളിൽ ഇഅ്തികാഫിരിക്കെ സ്ത്രീകളുമായി നിങ്ങൾ ബന്ധപ്പെടരുത്, ഖുർആന്റെ നിർദ്ദേശം. ആ ലാസ്റ്റ് 10 അത് പ്രവാചകൻ പാലിച്ച് മാതൃക കാണിച്ചു വന്നു. 3, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രിയെ മുഴുവൻ ഇബാദത്തിൽ മുഴുകി. 4, സ്വന്തമല്ല ഇത് ചെയ്തത്, ഈ നന്മകൾ വാരിക്കൂട്ടാൻ വേണ്ടി കുടുംബത്തെയും ഒപ്പം കൂട്ടി. 5, ഈ ദിനങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് പള്ളികളിൽ ഇഅ്തികാഫിരുന്നു. ഇത്രയും കാര്യങ്ങൾ ഹദീസുകളുടെ പിൻബലത്തോടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്ത് മാതൃക കാണിച്ചു തന്നു. അപ്പൊ അവസാനത്തെ 10 അതിൻ്റെതായ രൂപത്തിൽ, അതിൻ്റെതായ ഗൗരവത്തിൽ ഉൾക്കൊള്ളുക, മനസ്സിലാക്കുക. എങ്കിലേ നമുക്ക് ഈ റമളാന്റെ ശ്രേഷ്ഠത പൂർണ്ണമായും നേടിയെടുക്കാൻ കഴിയുകയുള്ളൂ. ഇപ്പൊ ലാസ്റ്റ് 10 നമ്മള് അതേപോലെ ഈ ലാസ്റ്റ് 10 ആ 10 ഈ ലൈലത്തുൽ ഖദർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ദിവസത്തിൽ മാത്രം ഖിയാമുൽ ലൈൽ നടത്തിയാൽ, നിങ്ങൾ നോക്ക്, മൻ ഖാമ ലൈലത്തുൽ ഖദ്രി ഈമാനൻ വഇഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. 3 വചനങ്ങൾ ഒരേപോലുള്ള, നിങ്ങൾ ശ്രദ്ധിച്ചു ഒന്നുകൂടി. 1, മൻ ഖാമ റമളാന ഈമാനം വഇഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. റമളാനിൽ ഈമാനും ഇഹ്തിസാബോടും കൂടി ഖിയാമുൽ ലൈൽ നിർവഹിച്ചാൽ കഴിഞ്ഞുപോയ പാപങ്ങൾ പൊറുക്കപ്പെടും. മൻ സാമ റമളാന ഈമാനം വഇഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. റമളാനിലെ രാത്രി റമളാനിൽ നോമ്പനുഷ്ഠിച്ചാൽ, ഈമാനോടും ഇഹ്തിസാബോടും കൂടി നോമ്പനുഷ്ഠിച്ചാൽ കഴിഞ്ഞുപോയ പാപങ്ങൾ പൊറുക്കപ്പെടും. 3, മൻ ഖാമ ലൈലത്തുൽ ഖദ്രി ഈമാനൻ വഇഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ഈ നിർണയത്തിന്റെ രാത്രിയിലെങ്ങാനും ഈ ദീർഘമായി നമസ്കരിച്ചാൽ കഴിഞ്ഞുപോയ പാപങ്ങൾ പൊറുക്കപ്പെടും. ഒറ്റ രാത്രി, അതിൽ അത്ഭുതമില്ല. കാരണം എന്താ? ഒറ്റ രാത്രിയിൽ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് 1000 വർഷത്തെ പ്രതിഫലമുണ്ടെന്നല്ലേ പറഞ്ഞത്. ഇപ്പൊ ഖിയാമുൽ ലൈൽ ഏറ്റവും ശ്രേഷ്ഠമായതല്ലേ? അത്ര പ്രതിഫലാർഹമായ ദിവസം രാത്രിയാണ് ലൈലത്തുൽ ഖദർ. അവസാനത്തെ 10 ഏതോ ഒരൊറ്റയായി വരുന്ന രാത്രിയിലാണ്.
23 രാവ്, 21 രാവ്, 23 രാവ്, 25 രാവ്, 27 രാവ്, 29 രാവ്, അങ്ങനെയാണല്ലോ ഒറ്റ രാവുകൾ നമ്മൾ കണക്കാക്കുക. ഇതിലേതോ ഒന്നിലാണ്. പിന്നെ അവസാനത്തെ 7 എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കാണാം. അങ്ങനെ പല അഭിപ്രായങ്ങളുണ്ട്. അഭിപ്രായങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഒറ്റ വചനത്തിൽ നമ്മൾ നിൽക്കുക. റമദാനിലെ അവസാനത്തെ 10 ഒറ്റയായി വരുന്ന രാവുകളിൽ ആരെങ്കിലും ലൈലത്തുൽ ഖദ്ർ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ അന്ന് കാത്തിരിക്കുക എന്ന് പറഞ്ഞെടുത്ത് നമുക്ക് നിൽക്കാം. ഇനി തന്നെയല്ല, ഈ ലൈലത്തുൽ ഖദ്ർ എന്നാണെന്ന് അറിയിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ റസൂലിന് വിവരം കൊടുത്തു എന്നാണ്. എന്നിട്ട് അള്ളാഹു തന്നെ അങ്ങ് മായിച്ചു കളഞ്ഞു, മറപ്പിച്ചു കളഞ്ഞു. എന്തിനെ അത് റസൂല് തന്നെ പറയുന്നുണ്ട്, ലൈലത്തുൽ ഖദ്ർ എന്നാണെന്ന് പറഞ്ഞു തരാൻ വേണ്ടി ഞാൻ പുറപ്പെട്ടു. അങ്ങനെ പുറപ്പെട്ടു വരവേ ഇന്ന ആളുകൾ തമ്മിൽ ചണ്ട കൂടുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു, ഞാൻ കണ്ടു. അതോടുകൂടി അത് എന്നിൽ നിന്ന് ഉയർത്തപ്പെട്ടു, മറപ്പിച്ചു കളഞ്ഞു. എന്നിട്ട് റസൂല് പറയുന്നത് എന്താണെന്നറിയോ? അത് നിങ്ങൾക്ക് ഖൈറാണ്. എങ്ങനെയാ ഖൈറാവുക? ഞാനും നിങ്ങളും അല്ലേ മനുഷ്യരെന്ന് പറയുന്നത്? നമ്മളുടെയൊക്കെ മനസ്സെങ്ങനെയാ? ഒരു ദിവസം ഒരു രാത്രി, ഇന്ന ദിവസം ഇന്ന രാത്രി നിങ്ങൾ എത്തിക്കാതിരുന്നാൽ, അല്ലെങ്കിൽ ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിച്ചോ 25 രാവ് എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്പുറം ഇപ്പുറമുള്ള ദിവസങ്ങളൊന്നും നമ്മൾ കാണൂല, അറിയൂല. അങ്ങനെ ദിവസങ്ങളെ രാത്രിയെക്കുറിച്ച് ഓർമ്മ പോലും നമുക്കുണ്ടാവില്ല. കാരണം ഈ ഒറ്റ രാത്രിക്ക് വേണ്ടി കാത്തിരിക്കും. ഇതങ്ങനെയല്ല. ഈ ഒറ്റ രാത്രിക്ക് വേണ്ടി മറ്റു രാത്രികൾ കൂടി കാത്തിരുന്നു കൊണ്ട് ഈ ഒരു രാത്രി നേടിയെടുക്കുക. അപ്പം കൃത്യമായി സംഗതി അമലുകൾ അത്ര വർദ്ധിപ്പിക്കാനുള്ള സാഹചര്യം ഒരുക്കി തന്നതാണ്. അതായിരിക്കാം അള്ളാഹു എന്നിൽ നിന്ന് അത് മറപ്പിച്ചു കളഞ്ഞെന്ന് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ അവസാനത്തെ 10 ഒറ്റയായി വരുന്ന രാവുകൾ പ്രതീക്ഷിക്കുക എന്ന് വീണ്ടും ആവർത്തിച്ചു പറയുന്നു. ഈ ലൈലത്തുൽ ഖദ്ർ അഥവാ അവസാനത്തെ 10 ആയി കഴിഞ്ഞാൽ മൊത്തത്തിൽ വിശിഷ്യ ലൈലത്തുൽ ഖദ്ർ ആകാൻ സാധ്യതയുള്ള ഒരു രാത്രിയിൽ ഞാൻ എന്താണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചപ്പോൾ പ്രവാചകൻ പഠിപ്പിച്ചു കൊടുത്ത ഒരു പ്രാർത്ഥനയുണ്ട്. അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. ഇതാണ് റമളാനിലെ അവസാന രാത്രികളിൽ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിക്കേണ്ട പ്രാർത്ഥന. ശരിക്കു പറഞ്ഞാൽ അള്ളാഹുവിന്റെ കാരുണ്യം കരഗതമാക്കി അതിലൂടെ പാപമോചനം സിദ്ധിച്ച് അവന്റെ മാപ്പ് നേടിയെടുത്തതിന് ശേഷം നരകവിമോചനമാണ് റമദാന്റെ ലക്ഷ്യം. അപ്പൊ അതിലേക്കൊക്കെ വഴികൂട്ടുന്ന കുറെ കാര്യങ്ങളാണ് ഈ പരാമർശിച്ചത്. പ്രാർത്ഥന പോലും അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്നുള്ള പ്രാർത്ഥന വർദ്ധിപ്പിക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് മറുപടി നൽകിയത്. ഇങ്ങനെയായിരിക്കണം സഹോദരീ സഹോദരന്മാരെ വരാൻ പോകുന്ന അവസാനത്തെ 10. 2 ദിവസം കഴിഞ്ഞാൽ അതിങ്ങോട്ട് എത്തും. നമ്മൾ അള്ളാഹു ജീവൻ നൽകുമെങ്കിൽ, ആയുസ് നൽകുമെങ്കിൽ ഇൻഷാ അല്ലാഹ് അങ്ങനെയാണ് എങ്കിൽ ഈ പറഞ്ഞതുപോലൊക്കെ ഒന്ന് കഴിവിന്റെ പരമാവധി എന്താ നമുക്ക് ചെയ്യാൻ കഴിയാതെ നമ്മൾ ചെയ്യുക. അപ്പൊ അവസാനത്തെ 10 രാവും പകലും മുഴുവൻ എഴുത്തിക്കാഫിരിക്കൽ ചിലപ്പോൾ പലർക്കും അസൗകര്യമായിരിക്കും, അസാധ്യമായിരിക്കും. അങ്ങനെയുള്ളവർക്ക് രാത്രി മാത്രം ഒന്നിരുന്ന് നോക്കിക്കൂടെ? എല്ലാ രാത്രികളിലും. അപ്പൊ ഈ പറഞ്ഞതിലൂടെ നമുക്കൊന്ന് പോകാൻ കഴിയും. മലക്കുകൾ ഇറങ്ങും, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും, 1000 മാസത്തേക്കാൾ കൂടുതൽ പ്രതിഫലം കിട്ടും. ഇതൊക്കെ നമുക്ക് ലഭ്യമാകാൻ സാധ്യതയുണ്ട്. അപ്പൊ ആ നിലയിൽ നമ്മൾ ആലോചിക്കുക. ഇനി അതിനൊന്നും കഴിയുന്നില്ലെങ്കിൽ പകലോ രാത്രിയോ കിട്ടാവുന്ന സമയം പള്ളിയിൽ വന്ന് 2 റക്അത്ത് തഹിയ്യത്ത് നമസ്കരിച്ച് നിയ്യത്തോടുകൂടി ഇരുന്ന് ഖുർആൻ പാരായണം ചെയ്ത് പ്രാർത്ഥിച്ച് അങ്ങനെ കഴിച്ചു കൂട്ടി കിട്ടുന്ന സമയം അത്രയും എങ്കിലും അതിനും സമയം കിട്ടുന്നില്ലെങ്കിൽ പിന്നെ പറയാതിരിക്കല നല്ലത്. എങ്ങനെയാണോ നമുക്കിത് നേടാൻ കഴിയുക ആ നിലയിൽ ഈ വരുന്ന അവസാനത്തെ 10 ആ നന്മകൾ മുഴുവനും ആർജിച്ചെടുക്കാൻ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നേടിയെടുക്കുന്നവരുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحابه ومن تبعهم بإحسان إلى يوم الدين أما بعد اتقوا الله عباد الله. ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ ആജ്ഞാനുവർത്തികളായി ജീവിക്കുവാൻ ഞാൻ ഉണർത്തുന്നു. പരിശുദ്ധ റമളാനിലെ ശ്രേഷ്ഠത ഖുർആന്റെ അവതരണമാണെന്ന് പറഞ്ഞു.
ഖുർആനും നോമ്പും തമ്മിൽ വലിയ ഒരു ബന്ധമുണ്ട്. ആ ബന്ധമാണ് നമ്മളെ ഈ രൂപത്തിൽ പ്രവർത്തിക്കാനും ശ്രദ്ധിക്കണമെന്ന് ഉണർത്താനും ഒക്കെ വഴിയൊരുക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ബന്ധത്തെക്കുറിച്ച് പറഞ്ഞു തരുന്ന ഒരു വചനമുണ്ട്. അത് നമുക്ക് ലഭ്യമാവുമോ എന്നുള്ള ഒരു ആലോചന കൂടി ഈ സന്ദർഭത്തിൽ നന്നായിരിക്കും. ഖുർആൻ അവതരിച്ച രാത്രിയുടെ ശ്രേഷ്ഠത മനസ്സിലാക്കി, മാസത്തിന്റെ ശ്രേഷ്ഠത മനസ്സിലാക്കി, അതിലൂടെയാണ് നമ്മളിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് തന്നെ അവസാനം പ്രവാചകൻ പറഞ്ഞു, അസ്സിയാമു വൽ ഖുർആനു യശ്ഫിആനി ലി അസ്ഹാബിഹി. നോമ്പും ഖുർആനും അതിന്റെ ആളുകൾക്ക് അള്ളാഹുവിനോട് ശുപാർശ ചെയ്യുമെന്നാണ്. അവർക്ക് വേണ്ടി ശുപാർശ ചെയ്യുന്നത്. ഖുർആൻ ശുപാർശ ചെയ്യും, നോമ്പും ശുപാർശ ചെയ്യും. ആ വാക്കുപോലും പ്രവാചകൻ പറഞ്ഞു തരുന്നു. യഖൂലു സിയാം, നോമ്പ് പറയും, ഐ റബ്ബി, എന്റെ രക്ഷിതാവേ, ഇന്നി മനഅതുഹു തആമ വശഹവാത്, ഇവന്റെ ലൈംഗികമായ സർവ്വ ആഗ്രഹങ്ങളും ഇച്ഛകളും ഇവന്റെ ഭക്ഷണത്തോടുള്ള താല്പര്യവും ഭക്ഷണവും ഒക്കെ തടയുന്ന കാരണം ഞാനാണ് തടഞ്ഞത്. അവനത് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അവന് വേണ്ടിയുള്ള എന്റെ ശുപാർശ നീ സ്വീകരിച്ചാലും. ഖുർആൻ പറയും, വയഖൂലുൽ ഖുർആനു, ഖുർആൻ പറയും, മനഅതുഹു നൗം ബില്ലൈൽ, രാത്രിയിൽ അവന്റെ ഉറക്കം ഒഴിച്ചതിന് കാരണം ഞാനാണ്. അവന്റെ ഉറക്ക് തടഞ്ഞത് ഞാനാണ്. നമുക്ക് ഈ ഒരു പ്രയോഗത്തിന് അർഹതയുണ്ടോ? നോമ്പ് ചിലപ്പോൾ പറഞ്ഞ കൂട്ടത്തിൽപ്പെടാം, കാരണം നോമ്പ് പിടിക്കുന്നുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. രാത്രിയിൽ ഉറക്കമൊഴിച്ചുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്ത് ഖുർആൻ പറയുന്ന ഈ പറച്ചിലിന് എനിക്കും നിങ്ങൾക്കും അർഹതയുണ്ടോ? മനഅതുഹു നൗമ ബില്ലൈൽ, രാത്രിയിൽ അവന്റെ ഉറക്കത്തെ തടഞ്ഞത് ഞാനാണ്. അവൻ ഉറങ്ങിയിട്ടില്ല, ഞാൻ കാരണം. അവൻ എന്നെ പാരായണം ചെയ്യുകയായിരുന്നു, അല്ലെങ്കിൽ പാരായണം ചെയ്ത് കേൾക്കുകയായിരുന്നു. ആ നിലയിൽ അവൻ എന്നെ സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ ശുപാർശ സ്വീകരിച്ചാലും. നമ്മളൊക്കെ ആകെ ഇശാ കഴിഞ്ഞ ഒരു മണിക്കൂർ സമയം കൂടിയാണ് ആകെ ഈ പറഞ്ഞതിനുമായി ബന്ധപ്പെട്ട് നമ്മളൊക്കെ ഉള്ളത്. വീടുകളിൽ പോയി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇല്ലാത്തൊന്നും പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, എന്റെ ലക്ഷ്യവുമല്ല. ചെയ്യുന്നുണ്ടെങ്കിൽ ഖൈർ. കുറച്ചു നേരമൊക്കെ ഒന്ന് എഴുന്നേറ്റിരുന്ന് ഖുർആൻ എടുത്തൊന്ന് ഓതി ദുആ ചെയ്യുന്ന സ്വഭാവമുണ്ട് എങ്കിൽ വളരെ നല്ലത്. ഇല്ല, ആ ഉറക്കം തന്നെയാണെങ്കിൽ അങ്ങനെ ഉറങ്ങാം നമുക്ക്. അപ്പൊ ഈ ശുപാർശയ്ക്കൊന്നും അർഹത കിട്ടൂല. തന്നെയല്ല, രാത്രിയിൽ ഇശാ നമസ്കാരത്തിന് ശേഷമുള്ള ഖിയാമു റമദാന് തറാവിയം കാണും. ഇമാമ് 2 ആയത്ത് അധികം ഓതിയാൽ പിന്നെ ആ ഇമാമ് പിറ്റേന്ന് ഓതൂല. 2 ആയത്ത് അധികം ഓതിയുന്നു. ഇതാണ് നമ്മുടെ മനസ്സ്. ഈ നമ്മളെക്കുറിച്ചാണോ ഈ പറയുന്നത്? അതല്ല. ഖുർആനോടുള്ള അതിന്റെ പ്രതിബദ്ധത നിറവേറ്റി രാത്രിയിൽ, റമദാന്റെ രാത്രിയിൽ പ്രത്യേകിച്ചിരുന്ന് ഖുർആൻ ഓതി പകൽ വ്രതമനുഷ്ഠിച്ച് ഇത് രണ്ടും കൂടി യോജിച്ചു വരുമ്പോൾ ഇത് രണ്ടും അല്ലാഹുവിന്റെ അടുക്കൽ ശുപാർശയ്ക്ക് വരും. അതിനർഹത നേടാൻ നമുക്ക് കഴിയണം. ഖുർആനുമായിട്ടുള്ള ബന്ധം ശക്തിപ്പെടുത്തണം. ഖുർആൻ പാരായണം റമദാനിൽ മാത്രം ഒതുക്കരുത്. കഴിയുന്നത്ര ഹൃദിസ്ഥമാക്കാൻ ശ്രമിക്കണം. അർത്ഥം പഠിക്കാൻ ഗ്രഹിക്കണം. ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കണം. ഖുർആനോടൊപ്പം നടക്കണം. ഖുർആൻ ആയിരിക്കണം നമ്മുടെ വഴികാട്ടി. അങ്ങനെയൊക്കെ ഖുർആനുമായിട്ടുള്ള ബന്ധവും കൂടി ശക്തിപ്പെടുത്തി വരുമ്പോൾ ഈ പറഞ്ഞ വലിയ നേട്ടങ്ങൾക്ക് നാം അർഹരാകും. ഖുർആൻ അവതരണീയമായ റമദാന്റെയും ഖുർആന്റെ അവതരണം കൊണ്ട് ധന്യമായ ലൈലത്തുൽ ഖദറിന്റെയും അവസാനത്തെ 10ന്റെയും ഒക്കെ ശ്രേഷ്ഠത ഈ പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ അടുക്കൽ അനുകൂല ശുപാർശയ്ക്കായി വരുന്ന അവസ്ഥാവിശേഷം ഇതൊക്കെ ഉണ്ടാകുന്നത് ഇതെല്ലാം കൂടി വരുമ്പോഴാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ വരാൻ പോകുന്ന നാളുകളെ അങ്ങനെ ആക്കി തീർക്കാനുള്ള ശ്രമം ഞാനും നിങ്ങളും നടത്തുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്തു തരുമാറാകട്ടെ. അറിഞ്ഞോ അറിയാതെയോ നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. പ്രാർത്ഥന അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നമ്മുടെ കളക്ഷന്റെ ദിവസമാണ് ഇന്നും എന്ന് ഞാൻ സൂചിപ്പിക്കുന്നു. ഇന്ന് നമ്മൾ കളക്ഷൻ നടത്തുന്നത് ഏറ്റവും കൂടുതൽ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ പ്രയാസമനുഭവിക്കുന്ന, രോഗം കൊണ്ട് വിഷമിക്കുന്ന, എന്ത് മരുന്ന് കഴിച്ചാലും അത് മാറിക്കിട്ടാത്ത നിലയിൽ കാർന്നു തിന്നുന്ന ക്യാൻസർ, അതുപോലെ തന്നെ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ
അവർക്ക് കീമോ നടത്തുന്നതിന് വേണ്ടിയും ഒക്കെ. ഏതായിരുന്നാലും അതൊന്നും നമ്മളുടെയൊക്കെ ഉള്ളിൽ അതിന്റെ അംശം എത്ര ഉണ്ടെന്ന് അള്ളാഹു അറിയില്ല. എപ്പോഴാ പുറത്തു ചാടുക, എപ്പോഴാണ് ചികിത്സിക്കാൻ തുടങ്ങേണ്ടി വരിക, അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അത്ര മാരകമായ രോഗങ്ങളാണ് ഈ പറഞ്ഞത് രണ്ടും. നമ്മിൽ പലർക്കും അതുപോലെയുള്ള രോഗങ്ങൾ ബാധിച്ച് വിഷമിക്കുന്നവരുണ്ട്, വെന്റിലേറ്ററിൽ കഴിച്ചുകൂട്ടുന്നവരുണ്ട്, രോഗം കൊണ്ട് വിഷമിക്കുന്നവരുണ്ട്, വേദന അനുഭവിച്ച് നിലവിളിക്കുന്നവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ ആ പ്രയാസങ്ങളൊക്കെ അകറ്റിക്കൊടുക്കുമാറാകട്ടെ. അവരുടെ എല്ലാം രോഗങ്ങളെ അല്ലാഹു ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. ഇത്തരം മാരകമായ രോഗങ്ങൾ പിടികൂടുന്നതിൽ നിന്ന് നാം ഏവരെയും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അത് ബാധിച്ചവർക്ക് അല്ലാഹു ശമനം എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ. അതിനുവേണ്ടിയുള്ള കളക്ഷനാണ്. മനസ്സറിഞ്ഞ് നിങ്ങളെല്ലാവരും സഹായിക്കണം. ചിലപ്പോൾ നാം ചെയ്യുന്ന ഒരു ചെറിയ ആയിരിക്കാം അങ്ങനെയുള്ള ഒരവസ്ഥ അല്ലാഹു നമ്മിൽ നിന്ന് തട്ടി നീക്കുക. അല്ലാഹു സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, ആശുപത്രികളിൽ കഴിച്ചുകൂട്ടുന്ന, കടം കൊണ്ട് വലയുന്ന, കുടുംബങ്ങളിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് പേര് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ന് ജുമുഅക്ക് മുമ്പ് ഫോൺ കോളുകളായും മറ്റു നിലയിലും പലരും, ആരുടെയും പേര് ഞാൻ പരാമർശിക്കുന്നില്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാം പ്രയാസങ്ങൾ അകറ്റിക്കൊടുക്കുമാറാകട്ടെ. അവരുടെ വേദനകളെ അല്ലാഹു ലഘൂകരിച്ചു കൊടുക്കുമാറാകട്ടെ. അവരുടെ കടങ്ങളിൽ നിന്ന് മുക്തരാകാനുള്ള സാഹചര്യം അല്ലാഹു ഒരുക്കി കൊടുക്കുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്ന് കരകയറാനുള്ള മാർഗം അല്ലാഹു എളുപ്പമാക്കി തരുമാറാകട്ടെ. സർവോപരി ഇസ്ലാമിനും മുസ്ലിം ഉമ്മത്തിനും അല്ലാഹു ഇസ്സത്തിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم انصر إخواننا المجاهدين في فلسطين وفي أنحاء العالم يا رب العالمين. اللهم انصر من نصر دينك وخذل من خذل دينك يا رب العالمين. اللهم اغفر لنا وارحمنا وارض عنا وتقبل منا وادخلنا الجنة ونجنا من النار. اللهم احسن احوالنا يا ارحم الراحمين. اللهم يا محول الاحوال حول أحوالنا إلى أحسن الحال يا رب العالمين ويا أرحم الراحمين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.